ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കക്കറോട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആണപ്പത്തിൽ, കുഞ്ഞിപ്പത്തിൽ, കക്കറോട്ടി ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ ചായയുടെ കൂടെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബീഫിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു വലിയ സവാള അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതായത് ഫെന്നൽ സീഡ് ഉണ്ടല്ലോ, അത് പൊടിച്ചതും 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചിട്ട് ഒഴിക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലപ്പൊടികളൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത്രയും വെള്ളം മതിയാവും, വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതേ സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ഏലക്കായ ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡ് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും 6 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, പക്ഷെ ഒന്നും കാണാനില്ല, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോയത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് പാകത്തിനുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ ഏകദേശം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കറിയൊന്ന് വറുത്തൊഴിക്കാനുണ്ട്, ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇതേ സമയം നമുക്ക് കക്കറോട്ടിക്കുള്ള അരിയൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി ഞാൻ 3 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അത്യാവശ്യം തരിതരിപ്പോട് കൂടി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, നമ്മൾ നെയ്പ്പത്തിലിനൊക്കെ അരച്ചെടുക്കുമല്ലോ, അതുപോലെയാണ് അരക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി സെയിം ജാറിലോട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ഇട്ടുപോയതാണ്, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല, ഇത് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടൊന്ന് തിക്കാക്കിയെടുക്കും.
ഇതുകൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ തേങ്ങയും സവാളയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പുഴുങ്ങലരി പൊടിച്ചതുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കൊരു 2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒറോട്ടിയുടെ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നെയ്പ്പത്തിൽ ഒറോട്ടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്നത് പോലെ തിക്കായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 1/4 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും മതിയാവും. നിങ്ങൾ എത്ര കണ്ട് ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പൊടി ചേർത്തിട്ടൊന്ന് തിക്കാക്കി എടുത്താൽ മതി. കണ്ടല്ലോ, ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും തിക്നെസ്സിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി കക്കറോട്ടി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴയില ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിന് 2ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും വലുത് നമുക്ക് സ്റ്റീമറിൽ പോവില്ലല്ലോ. അപ്പോൾ ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ 2-3 ദിവസം നല്ല മഴയായിരുന്നു. അത് കാരണം വാഴയിലൊക്കെ ചെറിയൊരു കറുത്ത കുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് അരി ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഇലയിലോട്ട് ഇതുപോലെ നിറയെ ഇട്ട് കൊടുത്തതിന് ശേഷം വിരൽ വെച്ചിട്ട് ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ണൂരുകാർക്കൊക്കെ അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് വിരലിൽ തൊട്ടാൽ മതി. അതിനുശേഷം എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇല നിറയെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കക്കറോട്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ചിലർ കുഞ്ഞിപ്പത്തിൽ, കുഞ്ഞൊറോട്ടി, ആണപ്പത്തിൽ, ഇങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. കണ്ണൂരുകാരുടെ ഫേവറേറ്റ് ഫുഡാണ് ഈ കക്കറോട്ടി. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ റമദാൻ മാസമൊക്കെ ഇത് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് ബീഫിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഇലയിൽ നിറയെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റീമറിലോട്ട് മാറ്റണം. ഇതുപോലെ ഒരു 2-3 ഇലയിൽ നമുക്ക് ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയിട്ട് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഞാനിപ്പോൾ 5 ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനിത് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വരും. കാരണം ചെറിയ ഒറോട്ടിയാണല്ലോ. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ ഞാനിത് ഓപ്പണാക്കി നോക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഒരു സ്പൂണിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ചെറുതായിട്ട് ഇതൊന്ന് നീക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഇല ഇതുപോലെ തന്നെ എടുത്താൽ മതി. ചൂടോടുകൂടി എടുക്കരുത്, കാരണം അടിയിൽ നിന്നും കയ്യിലേക്ക് ആവി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് തണുത്തതിന് ശേഷം എടുക്കുക. അങ്ങനെ നമ്മുടെ കക്കറോട്ടിയും തയ്യാറായിട്ടുണ്ട്. കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിളയിച്ചെടുക്കണം. കാരണം കക്കറോട്ടി ഉണ്ടാക്കിയെടുക്കണമല്ലോ.
അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കണ്ടല്ലോ, ഒറോട്ടിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കറിയിൽ വറുത്തൊഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇതേ സമയം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് പിന്നീട് ചേർക്കാൻ കഴിയില്ല. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർക്കേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കക്കോറോട്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ശേഷം നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കറി അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ കക്കറോട്ടിയിൽ കറിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അടിയിലുള്ള കറികളൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് ഒറോട്ടിയിൽ നന്നായിട്ട് പിടിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി വീണ്ടും 1 മിനിറ്റ് കൂടി ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുറച്ചുകൂടി കറി ഒന്ന് തിക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്നുകൂടി അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്കോറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കക്കോറോട്ടി റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.